ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അനുബന്ധമായി രേഖകളില്ലെന്ന മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയും ഇപ്പോഴത്തെ മന്ത്രിയുടെയും വാദങ്ങൾക്ക് തിരിച്ചടി. രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിൻ്റെ ലോക്കറിൽ. സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങളുടെ തെളിവായി വാട്സപ്പ് ചാറ്റുകൾ മുതൽ ഓഡിയോ ക്ലിപ്പുകൾ വരെ ഉണ്ടെന്നാണ് സൂചന. മൊഴി നൽകാനെത്തിയവർ കമ്മിറ്റിക്ക് കൈമാറിയ രേഖകളാണ് പെൻഡ്രൈവിലും CD-കളിലുമാക്കി രഹസ്യമായി സൂക്ഷിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വിവാദങ്ങളും ചൂടുപിടിക്കുകയാണ്. റിപ്പോർട്ടിന് അനുബന്ധമായി രേഖകളിൽ നിന്ന് മുൻ സാംസ്കാരിക മന്ത്രിയുടെയും ഇപ്പോഴത്തെ മന്ത്രിയുടെയും വാദങ്ങളും പൊളിയുകയാണ്. രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിന്റെ ലോക്കറിലാണ്. സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങളുടെ തെളിവായി വാട്സപ്പ് ചാറ്റുകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ മൊഴി നൽകാനെത്തിയവർ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. ഹേമ കമ്മിറ്റി 2019 ഡിസംബർ 31 റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. റിപ്പോർട്ടിന്റെ യഥാർത്ഥ കോപ്പിക്കൊപ്പം 2 പകർപ്പുകളും കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിനൊപ്പം വിവിധ രേഖകളും സാംസ്കാരിക മന്ത്രിക്ക് കൈമാറിയിരുന്നതായി ജസ്റ്റിസ് ഹേമ സർക്കാരിനെ കത്തിലൂടെ അറിയിച്ചിരുന്നു. കത്തിന്റെ പകർപ്പുള്ളപ്പോഴാണ് ഇക്കാര്യം മുൻമന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും നിഷേധിക്കുന്നത്. സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനൊപ്പം മൊഴികളോ മറ്റു രേഖകളോ ഇല്ലെന്നാണ് വാദം. ഇത് ശരിയല്ലെന്നാണ് സാംസ്കാരിക വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. റിപ്പോർട്ട് ആദ്യം സാംസ്കാരിക വകുപ്പിൽ സൂക്ഷിച്ചു. മൊഴിപ്പകർപ്പുകൾ സാംസ്കാരിക വകുപ്പ് പരിശോധിച്ചിരുന്നു. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് മൊഴിയിലുള്ളത്. ഇതിനാലാണ് അതീവ സുരക്ഷയിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചത്. ഡിജിറ്റൽ തെളിവുകളും മൊഴിപ്പകർപ്പുകളും ആഭ്യന്തര വകുപ്പിലെ രഹസ്യ വിഭാഗത്തിലെ ലോക്കറിലേക്ക് മാറ്റുന്നു. കമ്മീഷൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ വാട്സപ്പ് സന്ദേശങ്ങളുടെ അടക്കം ഫോട്ടോകളും ഉണ്ടായിരുന്നു. റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതെല്ലാം ഒഴിവാക്കിയാണ്. ഹേമ കമ്മീഷന്റെ നിരീക്ഷണങ്ങളടങ്ങിയ 6 പേജും ഒഴിവാക്കി. 3 പ്രധാന നിർദ്ദേശങ്ങളും പുറത്തുവിട്ടില്ല. സമൂഹ മാധ്യമത്തിലൂടെ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ IPC 354 അനുസരിച്ച് കേസെടുക്കണമെന്നായിരുന്നു പ്രധാന നിർദ്ദേശം. മാനഭയം കൊണ്ടോ ഭയം കൊണ്ടോ പരാതി നൽകാൻ മടിക്കുന്നവർക്ക് നിയമസഹായത്തിനായി സർക്കാർ ബദൽ മാർഗം കണ്ടെത്തണമെന്നും ശുപാർശയുണ്ടായിരുന്നു. ജനം, തിരുവനന്തപുരം.